ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇനി കിലോ കണക്കിൽ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും തോലൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇനി കത്തിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ എരിയേയില്ല, കൈയിൻ്റെ നഖത്തിൻ്റെ ഭാഗം എരിയില്ല. കിലോ കണക്കിനാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് തന്നെ അനായാസമായിട്ട് തന്നെ ഇതിൻ്റെയൊക്കെ തൊലി കളയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. കല്യാണ വീട്ടിൽ ചെയ്യുന്ന കിഡിലൻ ട്രിക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് പ്രയോജനകരമായ ഒരു നല്ലൊരു വീഡിയോ തന്നെയാണ്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഉറപ്പായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ അളവിലേക്കാണ് കേട്ടോ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് വെളുത്തുള്ളിയുടെ ഈ ഒരു അല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ അല്ലികൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇടികല്ലിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കാം. അതായത് ചതച്ചെടുക്കാണ്ട് കൊണ്ട് വെറുതെ ഒന്ന് ഇടിച്ചെടുക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു അല്ലികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതുപോലെ അല്ലികളൊക്കെ വേഗത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത അല്ലികളൊക്കെ ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഞാനിവിടെ 1/4 കിലോ അളവിലേക്കാണ് കേട്ടോ വെളുത്തുള്ളി ഇപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് നമ്മളിവിടെ കാണിക്കുന്നത്. വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമായ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ 1/4 കിലോ അളവിലേക്ക് വെളുത്തുള്ളി ഞാൻ ഇതുപോലെ അല്ലികളൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എള്ളം ചൂടോട് കൂടിയുള്ള വെള്ളമാണ് കേട്ടോ. ഈ ഒരു വെളുത്തുള്ളിയൊക്കെ മുഴുകത്തക്ക രീതിക്ക് നമുക്ക് എള്ളം ചൂടോട് കൂടിയുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് സമയത്തേക്ക് മാത്രം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും. നിങ്ങളോർക്കും ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാൽ ആ ഒരു വെളുത്തുള്ളിയിൽ ഉണ്ടാവുന്ന ആ ഒരു എരിവും ടേസ്റ്റുമാണ് ഒക്കെ മാറില്ലേ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. വെറും 10 മിനിറ്റ് സമയം ആ ഒരു തോലൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുമൂലം ആ ഒരു വെളുത്തുള്ളിക്കൊന്നും ഒരു ടേസ്റ്റ് വ്യത്യാസവും സംഭവിക്കില്ല. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. കിലോ കണക്കിന് വെളുത്തുള്ളിയാണെങ്കിലും ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്കത് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 1/4 കിലോ വെളുത്തുള്ളി നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 1/4 കിലോ വെളുത്തുള്ളിയും നിമിഷ നേരം കൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് ആ ഒരു വെള്ളം ഇനി വലിച്ചെറിയേണ്ട ആവശ്യമില്ല. അതും നമുക്ക് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് അത്രത്തോളം നല്ലതാണ് അവറ്റകളുടെ വളർച്ചയ്ക്ക്. അപ്പോൾ ഇനി അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ കുതിർക്കാൻ വെച്ച ആ ഒരു വെളുത്തുള്ളി തന്നെയാണ് ഞാൻ ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സ്റ്റീൽ അരിപ്പയിലാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുതിർക്കാൻ വെച്ച ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എത്രത്തോളം കിലോ കണക്കിന് വെളുത്തുള്ളിയാണെങ്കിലും അനായാസമായിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്കത് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെളുത്തുള്ളി തൊലി കളയുന്ന ഈ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആണെന്ന് തോന്നുന്ന മെത്തേഡ് ഏതാ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കണേ. അപ്പോൾ 3/4 കിലോ വെളുത്തുള്ളിയുടെ തോലും വളരെ ഈസി ആയിട്ട് തന്നെ കൈയൊന്നും വേദനിക്കാണ്ട് കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ എങ്ങനെയാണ് കേടുകൂടാണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ താഴെയായിട്ട് ഞാൻ കിച്ചൺ ടവലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കിച്ചൺ ടവൽ ഇല്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നേരിയ തിന്നായിട്ടുള്ള കോട്ടൺ ടവലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. അതുമൂലം തന്നെ മാസക്കണക്കായാലും നമുക്ക് നമ്മുടെ വെളുത്തുള്ളി കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാധാരണഗതിയിൽ വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഇതുപോലുള്ള ബോക്സിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു വെളുത്തുള്ളിയൊക്കെ വേഗത്തിൽ തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ കിച്ചൺ ടവലിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് വെളുത്തുള്ളിയിൽ വെള്ളം ഉണ്ടെങ്കിൽ കൂടെ ആ ഒരു കിച്ചൺ ടവൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളമൊക്കെ വലിച്ചെടുക്കും. അതുമൂലം തന്നെ മാസക്കണക്കായാലും നമ്മുടെ വെളുത്തുള്ളി കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ടും വെളുത്തുള്ളി സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് സ്റ്റോർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചുമന്നുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് 1/2 കിലോ ചുമന്നുള്ളിയാണ്. അത് ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വളരെ ഈസി ആയ മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചുമന്നുള്ളിയുടെ തൊലിയും കളയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ചുമന്നുള്ളിയൊക്കെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിടാം.
ഇനി നമ്മൾ അതിലേക്ക് നേരിയ ചൂടോട് കൂടിയുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെറും 10 മിനിറ്റ് സമയത്തേക്ക് മാത്രം ഒന്ന് നമ്മൾ അതുപോലൊന്ന് വെച്ചിരുന്നതിന് ശേഷം നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മാത്രം മതി. ആ ഒരു തോലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു ചുമന്നുള്ളിയുടെ എരിവിലോ ടേസ്റ്റിലോ ഒന്നും ഒരു വ്യത്യാസം വരില്ല കേട്ടോ. നമ്മൾ കുതിർക്കാൻ വെക്കുമ്പോൾ ആ ഒരു തോലാണ് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വരികയുള്ളൂ. അതുമൂലം തന്നെ അതിൻ്റെ ടേസ്റ്റിലൊന്നും യാതൊരു വ്യത്യാസവും വരികയില്ല. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തോലൊക്കെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കല്യാണ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു കിഡിലൻ മെത്തേഡാണ് കേട്ടോ ഇത്. ചുമന്നുള്ളി ആണെങ്കിലും കിലോ കണക്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ടാണ് അവർ ഈ ഒരു രീതിയിലൊക്കെ തൊലി കളയാറ്. വളരെ എളുപ്പത്തിൽ നമുക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ചുമന്നുള്ളി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയിട്ട് ആ ഒരു തോലൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെരടി കൊടുക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു തോലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ചുമന്നുള്ളിയുടെ തോല് കളയുന്ന സമയത്ത് ആ ഒരു ഞെട്ടി ഭാഗം മാത്രം അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് മിനിമം ഒരു 2-3 ദിവസം സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഒരു ചുമന്നുള്ളിയുടെ ടേസ്റ്റിലൊന്നും വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ ഈസി ആയിട്ട് തന്നെ ഞാൻ ചുമന്നുള്ളിയുടെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ചുമന്നുള്ളിയുടെ തോല് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊരു അരിപ്പയിലും കൂടെ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന ആ ഒരു ചുമന്നുള്ളി തന്നെയാണ് ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കൈകൊണ്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കുതിർന്ന തോലൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ റിമൂവായി കിട്ടും. അതുമൂലം തന്നെ കിലോ കണക്കിന് ചുമന്നുള്ളിയാണെങ്കിലും ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ 1 കിലോ ചുമന്നുള്ളിയും ആരുടെ സഹായം ഇല്ലാണ്ട് കൊണ്ട് വളരെ എളുപ്പത്തിൽ കൈയരിച്ചലോ കണ്ണെരിച്ചലോ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞെട്ടിയൊക്കെ ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചുമന്നുള്ളി ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ടൈറ്റായിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് ഒരു കിച്ചൺ ടവൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത ചുമന്നുള്ളിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും, അതായത് 2-3 ദിവസത്തേക്കാണ് നമ്മളിത് സാധാരണ നമ്മളിങ്ങനെയുള്ള ചുമന്നുള്ളിയൊക്കെ വെക്കാറ്. കേടുകൂടാണ്ട് ആ ഒരു സ്മെല്ലിലും ടേസ്റ്റിലും ഒന്നും വ്യത്യാസം വരാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഇതുപോലെ കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി ക്ലീൻ ചെയ്യാനും നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് കൊണ്ട് കിലോ കണക്കിന് ഇഞ്ചിയാണെങ്കിലും കയ്യരിച്ചൊന്നും ഇല്ലാണ്ട് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബോട്ടിലിൻ്റെ മൂടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തോലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഇതുപോലെ ബോട്ടിൽ മൂടി യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇഞ്ചി നമുക്ക് വേസ്റ്റ് ആവാണ്ട് കൊണ്ട് ആ ഒരു തോല് മാത്രമാണ് നമുക്ക് ക്ലീൻ ചെയ്ത് വരുന്നത് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ ഇനി പീലർ യൂസ് ചെയ്താലും നമുക്ക് ഇഞ്ചി കുറച്ചൊക്കെ വേസ്റ്റ് ആകും. നിങ്ങൾക്ക് ലൈവായിട്ട് ഇതാ ഞാൻ കാണിക്കാം. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് നമുക്ക് ഇഞ്ചിയുടെ തോല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ വരയ്ക്കും നമുക്ക് ഇഞ്ചിയുടെ തോലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൻ്റെ താഴെ കിച്ചൺ ടവൽ അല്ലെങ്കിൽ നേരിയ കോട്ടൺ തുണി ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത ആ ഒരു ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മേലെയും നമ്മൾ ഇതുപോലെ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും നമുക്ക് മാസങ്ങളോളം തന്നെ കേടുകൂടാണ്ട് ചെയ്യാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിലും രാവിലെ ഹറിബറിയായിട്ട് ഹസ്ബൻഡിനെയും കുട്ടികളൊക്കെ സ്കൂളിലും ജോലിക്കൊക്കെ അയക്കുന്നവരാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ജോലികൾ നമുക്ക് രാവിലെ തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ആകും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മാത്രമല്ല, നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.